ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ജാനകി എന്ന പെൺകുട്ടി കൂട്ടുകാർക്കൊപ്പം നാട്ടിലേക്ക് ഉത്സവം കാണുവാനായും എത്തിയിരിക്കുകയാണ്. അങ്ങനെ കൂട്ടുകാരെ തിരിച്ച് യാത്രയാക്കുവാനായി പോകുന്ന സമയം ബേക്കറിയിലും അവർ കയറുന്നു. അവിടെ വെച്ച് അവൾ ഫോൺ മറന്നു പോവുകയാണ്. കൂട്ടുകാരെ തിരികെ അയച്ചിട്ട് തന്റെ മറന്നുവെച്ച ഫോൺ എടുക്കുവാനായിട്ട് ജാനകി തിരികെ ബേക്കറിയിലേക്കും എത്തുന്നു. എന്നാൽ അവിടെ വെച്ച് ജാനകി ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയാണ്. ഒടുവിൽ അവൾ ഗർഭിണിയുമാകുന്നു. കോടതിയിൽ കേസ് നടത്തുന്ന സമയത്ത് ജാനകിക്കെതിരായി നിന്നതോ നായകനായ ഡേവിഡ് വക്കീലും. ജാനകി കള്ളം പറഞ്ഞതാണെന്ന് ഡേവിഡ് വാദിച്ച് കേസും ക്ലോസ് ചെയ്യുന്നു. ജാനകിയോട് അത്രയും ക്രൂരമായി പെരുമാറിയവനെ കണ്ടെത്തണമെന്ന് ജാനകിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവളെ സഹായിക്കുവാനായിട്ട് ഒരു പോലീസ് കോൺസ്റ്റബിൾ എത്തുകയാണ്. ആരാണ് ഈ കോൺസ്റ്റബിൾ? മാത്രവുമല്ല, ഡേവിഡ് വക്കീലിന് ജാനകിക്ക് നീതി വാങ്ങി കൊടുക്കണമെന്നും ആഗ്രഹമുണ്ടാകുന്നു. ജാനകി പറയുന്നതെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കിയ ഡേവിഡ് വക്കീല് അവൾക്ക് വേണ്ടിയിട്ട് പ്രതിയെ കണ്ടെത്തുവാനായി ഇറങ്ങുകയാണ്. പിന്നീട് ജാനകിക്ക് എന്തൊക്കെ സംഭവിച്ചു? ഗർഭിണിയായ ജാനകി സമൂഹത്തിൽ നേരിടേണ്ടി വന്നത് എന്തൊക്കെയായിരിക്കാം എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം.